ഐലൻഡ്സിലാണ്. മിനിക്കോയിലത്തെ ഒരു ബീച്ച് സൈഡാണ് കേട്ടോ ഇതിപ്പോൾ. തുണ്ടി എന്ന് പറഞ്ഞിട്ട് നാടിൻ്റെ രണ്ട് എക്സ്ട്രീം ഉണ്ട്. അതിൻ്റെ ഏകദേശം എൻഡിലായിട്ട് വരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മിനിക്കോയിലത്തെ ഓരോ സ്ഥലവും പോയി കാണുന്നുണ്ട്. മിനിക്കോയിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മിനിക്കോയിലത്തെ ഓരോരോ സ്ഥലങ്ങളും പോയി കാണാം. അപ്പോൾ ഒരു സിറ്റി ടൂറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോകുമ്പോൾ ഞാനതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ആരെങ്കിലും മിനിക്കോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങൾ കണ്ടു തീർക്കാനുണ്ട്. പോയാലോ എന്നാ വാ. മിനിക്കോയ് ഐലൻഡിൽ കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരു 2 days നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റിയ കിടിലൻ കുറേ സ്ഥലങ്ങളുണ്ട്. എന്തായാലും ജസ്റ്റ് ഒരു 2 days ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. അലൂഡി വില്ലേജ് ആണ്. അപ്പോൾ ഇവിടുത്തെ വില്ലേജിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ വില്ലേജിൻ്റെ ഇടവഴി കൂടെയാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന സ്ഥലം. ഇത് രാവിലെ ഒരു ഡേ ബ്രേക്ക് ഒരു 6:30 സമയത്ത് തന്നെ നമ്മൾ സ്പോട്ടൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തുണ്ടി ബീച്ചിലേക്കാണ്. അപ്പോൾ തുണ്ടി ബീച്ചിലേക്ക് പോകുന്ന വഴി ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് എന്നെ ഒരുപാട് ഫോട്ടോസിലൊക്കെ അട്രാക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി സ്പോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം മാംഗ്രൂവ്സ് ഉണ്ട്. ഇവിടെ കുറച്ച് ഞങ്ങൾ വരുന്ന വഴി ഈ വഴിയാണ് പോകുന്നത്. തുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്, തുണ്ടിയിലേക്ക് പോകുന്ന ഒരു ഗേറ്റ് വേ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ മിനിക്കോയ് ഐലൻഡിലത്തെ വൺ ഓഫ് ദ അട്രാക്ഷനാണ് ഈ ഒരു പ്ലേസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിനും ഒക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു ഫോട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സൈലൻറ്റ് ആംബിയൻസ് ആണ്. മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം. മാത്രമല്ല ഇന്ന് വെതർ കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ആംബിയൻസിലും ഇവിടെ ഈ ഒരു സ്ഥലം കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ അടുത്ത് കാണുന്നതൊക്കെ മാംഗ്രൂവ്സ് ആണ് കേട്ടോ. മിനിക്കോയിലാണ് ലക്ഷദ്വീപിൽ ഏക മാംഗ്രൂവ്സ് ഉള്ള ഒരു ഐലൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ലൊക്കേഷനിലേക്കും പോകുന്നുണ്ട്. മാംഗ്രൂവ്സിൻ്റെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട് ഇവിടെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വീഡിയോനും ഫോട്ടോനും റീൽസിനും ഒക്കെ പറ്റിയൊരു ഏരിയ ആണെന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങൾ മിനിക്കോയ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഔട്ട്ഫിറ്റ്സൊക്കെ കരുതി കഴിഞ്ഞാൽ നല്ല നല്ല ലൊക്കേഷൻസ് ഉണ്ട്. എന്തായാലും ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് നമ്മൾ പോകുന്ന വഴി തന്നെയാണ് ഹെലിപ്പാഡ്. അപ്പം മിനിക്കോയ് ഹെലിപ്പാഡ് കാണാൻ പറ്റിയ സ്പോട്ടാണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകതയാണ്. നാടിൻ്റെ എൻഡല്ല, പൊതുവെ എല്ലാ ഐലൻഡിലും നാടിൻ്റെ ഒരു എൻഡിലാണ് ഹെലിപ്പാഡ് വരുന്നത്. പക്ഷേ മിനിക്കോയിലെത്തേത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് 2 സൈഡിൽ നിന്നും ഇതിലേക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ അതാണ് മിനിക്കോയ് ഐലൻഡിലത്തെ ഞാൻ കണ്ടൊരു പ്രത്യേകത. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തുണ്ടി ബീച്ചിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ പോകുന്ന വഴിയുണ്ടല്ലോ വേറെ ലെവലാണെന്ന് പറയാം. നമ്മളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ഭയങ്കര സീനിക് ബ്യൂട്ടിയൊക്കെ ഉള്ള സ്ഥലം. ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സ്ഥലം, ഈ ലൊക്കേഷൻ. ഞാൻ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് ശരിക്കും. സമീനയാണ് എന്നെ ഫോട്ടോ എടുത്ത് തരാൻ ഹെൽപ്പ് ചെയ്തത്. അവളാണ് അടിപൊളി ഫ്രെയിമാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ഭാഗത്തൊന്നും വീടുകൾ കാണുന്നില്ല. ഇപ്പോൾ കവരത്തി ഐലൻഡിനെ സംബന്ധിച്ച് ഈ നാടിൻ്റെ എല്ലാ കോർണറിലും വരെ വീടുണ്ട്. പക്ഷേ ഇവിടെ മിനിക്കോയിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലം പെർട്ടിക്കുലർ സ്ഥലം കഴിഞ്ഞതിന് ശേഷം വീടുകളില്ല. എല്ലാം പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡാണ്. അപ്പോൾ നമ്മൾ അവസാനം തുണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. തുണ്ടി ബീച്ച് വീണ്ടും ഇതേപോലെ നമ്മൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വെച്ചു. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ബീച്ചാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റ് സാൻഡൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഫുൾ കല്ലൊക്കെ ആയിട്ട്, കല്ലിന് തന്നെ ഒരു പ്രത്യേക കളറൊക്കെ ആയിട്ട് ഫോട്ടോയിനും ഫ്രെയിമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഓക്കി വന്ന സമയത്ത് അത്യാവശ്യം എഫക്റ്റ് ചെയ്ത ഒരു നാടായിരുന്നു കേട്ടോ മിനിക്കോയ് ദ്വീപ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഇവിടെ കാണാനും ഉണ്ട്. പിന്നെ നമ്മളെന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പോകുന്നത് വീണ്ടും തിരിച്ച് വേറൊരു സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് വെച്ചു. ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ഒരിത്തിരി കാട് പിടിച്ച സ്ഥലമാണ് ഇത്. ഈ റോഡ് പോയി ജോയിൻ ചെയ്യുന്നത് നമ്മൾ വന്ന് തുണ്ടീൻ്റെ ബ്രിഡ്ജില്ലേ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് ആ ഡൈവേഷൻ അങ്ങോട്ടാണ്.
പിന്നെ മിനിക്കോയിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് മിനിക്കോയ് ഐലൻഡേഴ്സിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെയാണ്. അവരുടെ മൊത്തത്തിൽ അവരുടെ വസ്ത്രധാരണയും സംസാരം ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് വാപ്പയുടെ ഓൾഡ് സ്കൂൾ മേറ്റ് ഉണ്ട്, അദ്ദേഹത്തെ കാണാനാണ്. അവരുടെ ഫാമിലി ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായില്ലേ, ഒരു മാംഗ്രൂവ്സ് ഫോറസ്റ്റിനെ കുറിച്ച്, കണ്ടൽ കാടുകൾ, അങ്ങോട്ടേക്കാണ്. കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ വഴികളുണ്ട് കേട്ടോ. കാര്യം മെയിൻ റോഡിൽ നിന്ന് കുറേ പോക്കറ്റ് റോഡ്സ്, ഒരേപോലത്തെ പോക്കറ്റ് റോഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കണ്ടൽക്കാടിലേക്ക് പോകുന്നത്. അത്യാവശ്യം ലഷായിട്ടുള്ള ഒരു ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ അത്യാവശ്യം നല്ല ഗ്രീനറി ഉണ്ട്. എന്തായാലും പോയി കണ്ടു നോക്കാമെന്ന് വെച്ചു. ഈ സ്ഥലത്ത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒരു 2 years മുമ്പ് നല്ല രീതിയിൽ ആ ഒരു ചൊറിയൻ പുഴു ഉണ്ടല്ലോ, അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നതിന് ശേഷം ഇങ്ങോട്ടേക്കൊന്നും ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് പോകാനുണ്ട് കേട്ടോ. പിന്നെ 2 പേർക്കൊന്നും വണ്ടിയിലൊന്നും ഒന്നിച്ച് പോകാനൊന്നും പറ്റില്ല. നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് ഇതിൻ്റെ ഒരു 1.5 മീറ്റർ മാത്രമേ ഉള്ളൂ റോഡിൻ്റെ ഒരു വിഡ്ത്ത്. പിന്നെ ഈ സ്ഥലത്തേക്ക് പോകാൻ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ടൈം പറയുന്നത് ഉച്ച സമയത്തൊക്കെയാണ്. അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഫോട്ടോയിനൊക്കെ. അങ്ങനെ അവസാനം നമ്മളിത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചൊരു ഞങ്ങൾ വിചാരിച്ചു ഫുൾ ഗ്രീനറി ആയിരിക്കുന്നു, പക്ഷേ ഉണങ്ങിയ കുറേ കമ്പൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇത് സംഭവം കുറച്ച് കടലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരാൻ കുറച്ച് ദിവസം മുമ്പ്. അങ്ങനെ ഇതൊക്കെ ഉണങ്ങിപ്പോയതാന്ന് പറഞ്ഞു. സോ ഇതാണ് സ്ഥലം. നമുക്ക് എന്തായാലും വണ്ടിയൊക്കെ വെച്ചിട്ട് ഫുള്ളൊന്ന് ചുറ്റി കറങ്ങാമെന്നൊക്കെ വെച്ചു. വരാൻ മുമ്പ് തന്നെ കുറേ വീഡിയോ എടുക്കാനുള്ളതും റീൽ എടുക്കാനുള്ളതും ഒക്കെ വീഡിയോ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അധികം ടൈം വേസ്റ്റ് ചെയ്തിട്ട് മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഡേ ലൈറ്റിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. പക്ഷേ കാണാൻ സംഭവം അടിപൊളി. അത്രയും കഷ്ടപ്പെട്ട് വന്നാലും നമുക്ക് പറ്റിയൊരു ലൊക്കേഷനാണെന്ന് തന്നെ പറയാം. മാംഗ്രൂവ്സ് ആണ്. ശരിക്കും മിനിക്കോയ് ഐലൻഡിൽ വരുന്നവർ ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. കാര്യം ലക്ഷദ്വീപിലത്തെ ആകെ മാംഗ്രൂവ്സ് ഉള്ള സ്ഥലമാണ് മിനിക്കോയ് ഐലൻഡ്. അതിലത്തെ ഈ ഒരു ലൊക്കേഷൻ, ഇതേപോലത്തെ പോക്കറ്റ് റോഡ് വേറെ ഉണ്ട്, അവിടെയൊക്കെ മാംഗ്രൂവ്സിൻ്റെ സ്ഥലം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും മിനിക്കോയിനെ കുറിച്ച് അധികം അറിയില്ലല്ലോ. ഇവിടെയൊക്കെ വെള്ളം ഉള്ള സ്ഥലത്ത് ഉള്ള ടൈമിൽ വെള്ളം വരാറുണ്ടെന്ന് പറഞ്ഞു. കടൽ കയറുന്നതാണ് ഇവിടെ. ഇനി നമ്മൾ പോകുന്നതും അതേപോലെ മിനിക്കോയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ടതും അതേപോലെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഒരു പ്ലേസാണ് മിനിക്കോയ് ലൈറ്റ് ഹൗസ്. മിനിക്കോയ് ലൈറ്റ് ഹൗസിനെ കുറിച്ച് ആൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈറ്റ് ഹൗസിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ മസ്റ്റായിട്ടും വന്നിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പറ്റുവാണെങ്കിൽ തന്നെ അവരെക്കുറിച്ച്, ഒഫീഷ്യൽസിനെ കുറിച്ച്, ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ കുറച്ച് ജനറൽ നോളജും ഒക്കെ കിട്ടും. അടിപൊളിയാണ്. ഒരു സ്പൈറൽ ആയിട്ടുള്ള മറ്റേ സ്റ്റേയേഴ്സാണ് മൊത്തത്തിലുള്ളത്. അടിപൊളിയാണ്. എന്തായാലും വിസിറ്റ് ചെയ്ത് വേർത്തി ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. കുട്ടികൾക്ക് കയറാൻ കുറച്ചുകൂടി റിസ്ക് ഉള്ള സ്റ്റേയേഴ്സാണ്. അപ്പോൾ കുട്ടികളെ എടുത്തിട്ട് പോകുന്നത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. സ്പൈറലായിട്ടുള്ള സ്റ്റേയേഴ്സ് മാത്രമല്ല, ഇതിൽ കയറുമ്പോൾ ഒരു ഗ്യാപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ഇറങ്ങാനും കയറാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും അതേപോലെ വീഡിയോസും എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ പോകാമെന്ന് വെച്ചു. നെക്സ്റ്റ് ലൊക്കേഷൻ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് മിനിക്കോയ് ഖബർസ്ഥാനാണ്. മിനിക്കോയ് ഖബർസ്ഥാൻ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണെന്ന് ചോദിച്ചില്ല, പക്ഷേ എനിക്കൊരു കൗതുകം കൊണ്ട് വന്നതാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ അതായത് പള്ളിക്കാട്ടിലാണ് ഖബറിടങ്ങളുള്ളത്. പക്ഷേ മിനിക്കോയിൽ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് അവരൊരു കോമൺ സ്ഥലത്താണ് അവരുടെ ഖബർസ്ഥാനുള്ളത്. അപ്പോൾ ആര് മരിച്ചു കഴിഞ്ഞാലും അവിടെയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കോടി ബീച്ചാണ്. കോടി ബീച്ച് 2 സൈഡിലും ഫുൾ വൈറ്റ് സാൻഡായിട്ട് അടിപൊളി സ്ഥലമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു എക്സ്റ്റെൻഡഡ് ബീച്ചായിരിക്കുന്നു, പിന്നീട് ഉണ്ടായ ഒരു ബീച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സൈഡിലാണ് പണ്ടത്തെ നവോദയ ഒക്കെ ഉള്ളത്, പിന്നെ അതേപോലെ കോസ്റ്റ് ഗാർഡ് ഒക്കെ ഉള്ളത് ഇതിൻ്റെ ഒരു എൻഡിലാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്കും കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കോടി ബീച്ചാണെന്നാണ് ഈ ഒരു ലൊക്കേഷന് പറയുന്നത്. അപ്പോൾ ഇവിടെ
പോകുന്ന വഴി നമ്മൾ പഴയ നവോദയ പോകുന്ന വഴിയാണ് അവരുടെ ഒരു ഡംപിങ് സ്ഥലം, ഈ എല്ലാ വേസ്റ്റും ഡംപ് ചെയ്യുന്ന സ്ഥലം കണ്ടത്. അപ്പോൾ നാടിൻ്റെ ഒരു അറ്റത്താണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പഞ്ചായത്തിൻ്റെ ഒക്കെ അണ്ടറിലായിരിക്കും വരുന്നത് ഈ ഡംപ് യാർഡൊക്കെ. അതും കൂടി ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ ആൾതാമസം ഒട്ടും ഇല്ലാത്ത സ്ഥലമാണ്, ആൾക്കാർ വലിയ രീതിയിൽ എത്താത്തൊരു സ്ഥലമാണ്, ഭയങ്കര ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ബീച്ചൊക്കെ കുഴപ്പമില്ല. ഞാൻ മിനിക്കോയിൽ കണ്ടതിൽ വെച്ച് അത്യാവശ്യം ഒരു മോശമായിട്ടുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അതും ഈ ഇവിടെ ഡംപ് യാർഡ് ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും സ്റ്റിൽ അവർ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ലൊക്കേഷൻ. മിനിക്കോയിൽ നമ്മുടെ ഈ ഡംപിങ് സ്ഥലം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്, അതിൻ്റെ ഒരു എൻഡാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ അങ്ങോട്ടൊക്കെ നാട് അധികവും ഇല്ല. അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്നറിയോ, ഈ കോടി ബീച്ചിൻ്റെ ഒരു അറ്റത്ത് അവിടെയാണ്. അവിടെ കുറച്ച് കാണാനൊക്കെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. വലിയ ഐഡിയ ഇല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി എന്തെങ്കിലും നോക്കാം, ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാം എന്ന് വെച്ചു. ഞാനും സമീനും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം ഉച്ചയ്ക്ക് എല്ലാവരും പാക്കിങ്ങിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ആരും വന്നിട്ടില്ല. ഭയങ്കര ഒരു സൈലൻറ്റ് ലൊക്കേഷനാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് വരരുത്, വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അറിയാത്തൊരു ലൊക്കേഷനും അല്ലേ. അതാണ് തുണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയ ഭാഗം. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതൊരു എക്സ്ട്രീം ആണെങ്കിൽ ഇത് വേറൊരു എൻഡാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം. അതായത് ഫോട്ടോയിൽ പറ്റി കുറേ സ്ഥലങ്ങളുണ്ട്. ഭയങ്കര പാർക്കുണ്ട്. ഇവിടെ ആരൊക്കെയോ ഇങ്ങനെ വഴി തന്നെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അടിപൊളിയാണ്. നമ്മുടെ റെമൻ പൊതുവെ അങ്ങനെ എല്ലാ സ്ഥലവും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആളല്ല. മിനിക്ക് വന്നപ്പോൾ മുതലേ വാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്രയും ഭംഗിയുണ്ട് കേട്ടോ മിനിക്ക്, സത്യം അടിപൊളി. നമ്മൾ അടുത്തത് പോകുന്നത് ബീച്ച് റോഡിലേക്കാണ്. അപ്പോൾ ബീച്ച് റോഡ് പോകുന്ന വഴിയാണ് ഗവൺമെൻറ് SB സ്കൂൾ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. ഈ സ്കൂൾ റോഡ് ജോയിൻ ആവുന്നത് ബീച്ച് റോഡിലേക്കാണ്. ഇപ്പോൾ സ്കൂളിൽ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും റഷ്. നമ്മുടെ ഇവിടെ 1 മണിക്കൊക്കെ ലഞ്ച് ബ്രേക്കാണ്. വീടൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ പേരൻസ് വന്ന് പിക്ക് ചെയ്തിട്ട് ലഞ്ച് കഴിപ്പിച്ചിട്ടാണ് തിരിച്ച് കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് ആക്കുന്നത്. പിന്നെ ലഞ്ച് ടിഫിനൊന്നും ക്യാരി ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ബീച്ച് റോഡിലേക്ക് എത്തി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബീച്ച് റോഡ്. മിനിക്കോയിലത്തെ മറ്റെല്ലാ റോഡുകളും വീതി കുറഞ്ഞ് റോഡുകളാണെങ്കിൽ ബീച്ച് റോഡിൽ അത്യാവശ്യം 2 വേ ലൈനുമാണ്, അത്യാവശ്യം നല്ല വിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ 2 സൈഡിലും ബീച്ചിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സൺസെറ്റിൻ്റെ ഒക്കെ സമയത്ത് പോയി ഇരിക്കാൻ ഒക്കെ അടിപൊളിയായിരിക്കും. മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സൈഡിലേക്കാണ് ഷിപ്പ് വന്ന് ബർത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റേൺ സൈഡാണ് ഈ ബീച്ച് റോഡ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെയാണ് NIOT പ്ലാന്റൊക്കെ ഉള്ളത്, ഡീസാലിനേഷൻ പ്ലാന്റൊക്കെ ഉള്ളത്. ഈ ബ്രിഡ്ജ് വരുന്നത് NIOTൻ്റെ ആണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് NIOT ബിൽഡിങ്. പിന്നെ നമ്മൾ പോകുന്നത് ഈ ഒരു ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്തുന്നതാണ് നമ്മുടെ എംപാർക്കിംഗ് ജെട്ടി. അവിടെ നമ്മൾ ഇന്ന് കയറാനുള്ള ഷിപ്പ് വന്ന് ബർത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജെട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ ഫ്രണ്ട് അത്തീക്കിനെ കണ്ടത്. അത്തീക്കിനോട് ഒരു ബൈ പറഞ്ഞിട്ട് നമ്മൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയി. നമ്മൾ വന്ന ഷിപ്പ് MV കോറൽസ് ആണെങ്കിൽ ഇത് MV ലഗൂൺസ് ആണ്. രണ്ടും ട്വിൻ ഷിപ്പാണ് കേട്ടോ. കാണാനും ഒക്കെ ഒരേപോലത്തെ ഷിപ്പ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി കംഫർട്ട് ട്രാവലിങ്ങിന് പറ്റിയൊരു ഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മിനിക്കോയ് ഐലൻഡിൽ വന്നാൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ടൊക്കെ. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മിനിക്കോയ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും വേണമെങ്കിൽ കാണാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.